ഹായ്, നമസ്കാരം. എൻ്റെ പേര് ജലീൽ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്ത മോഡൽ ബിസിനസ്സുകളെ പറ്റിയിട്ടാണ്. ഒരു കമ്പനി പ്രൊവൈഡ് നൽകുന്ന വ്യത്യസ്ത രീതിയിലുള്ള ബിസിനസ്, ഏകദേശം 5ഓളം തരത്തിലുള്ള ബിസിനസ്സാണ് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏതിൽ ഫോക്കസ് ചെയ്താലും നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം തന്നെ നേടിയെടുക്കാൻ സാധ്യമാണ് എന്നുള്ളത്. പലർക്കും പല ആഗ്രഹങ്ങളായിരിക്കും ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചില ആളുകൾ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരിക്കും. ചില ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് സാധാ ഷോപ്പൊക്കെ ഇട്ട് ചെയ്യുന്ന ആ രീതിയായിരിക്കും ഇഷ്ടപ്പെടുന്നത്. ചില ആൾക്ക് ഇ കൊമേഴ്സ് മോഡലായിരിക്കും ഇഷ്ടപ്പെടുന്നത്. ചില ആൾക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. ചില ആൾക്ക് ഒരു ഇൻവെസ്റ്റ് ചെയ്യാതെ എന്തെങ്കിലും പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ആ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് രീതി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സൂട്ടാവുന്ന ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അനുയോജ്യമായിരിക്കുന്നത്. ആ അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. ഒരു കമ്പനി നൽകുന്ന 5 ടൈപ്പ് ബിസിനസ്സാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 5 തരം മോഡലുകൾ. ഒന്നാമതായിട്ട് നമ്മളെല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന കാര്യം തന്നെയാണ് കസ്റ്റമറായിട്ട് നിൽക്കാൻ. കാരണം നമുക്കറിയാം, കേരളം എന്നത് കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ നമ്മൾ വാങ്ങി ഉപയോഗിക്കണം. എല്ലാവരും കസ്റ്റമറായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കസ്റ്റമർ ആകുമ്പോൾ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുമല്ലോ. ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു വരുമാനം ലഭിക്കുകയാണെങ്കിലോ അത് നമുക്കൊരു വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് മാറും. നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളിലൂടെ നമുക്ക് ചെറിയൊരു ഏണിങ്സ് കിട്ടിയാൽ അത് വലിയൊരു വരുമാനമായിരിക്കും എന്ന് പറയേണ്ടതില്ല. വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതേ രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ മറ്റുള്ള ആളുകൾ ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് ഒരു കസ്റ്റമർ കൂട്ടായ്മ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിലൂടെയും വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പോൾ കസ്റ്റമർ ആയിരുന്നാൽ പോലും വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റും. നിങ്ങൾ വാങ്ങുന്ന ഉൽപ്പന്നത്തിന് ഏകദേശം 16% വരെ സബ്സിഡി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യാൻ കമ്പനി തരാമെന്ന് പറയുന്നു. അപ്പോൾ ഒന്നാമത്തെ വരുമാനം വേണമെങ്കിൽ കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. അത് ചെയ്യേണ്ടത് എന്താണ്, ഇന്ന് നിങ്ങൾ വാങ്ങുന്ന രീതി മാറ്റിയിട്ട് കമ്പനിയിൽ നിന്ന് നേരിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുക എന്നാണ്. അങ്ങനെ വാങ്ങി ഉപയോഗിക്കുമ്പോൾ ഈ 16% വരെ സബ്സിഡി ലഭിച്ചുകൊണ്ടിരിക്കും. ഇതുവരെ നിങ്ങൾ വാങ്ങിയതിന് യാതൊരുവിധ സബ്സിഡി ലഭിച്ചിട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് 16% വരെ സബ്സിഡി ലഭിക്കാനുള്ള അവസരമാണ് ലഭിക്കുന്നത്. അതിന് ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ വാങ്ങുന്ന രീതി ഒന്ന് മാറ്റി ഡയറക്ട് മാർക്കറ്റിംഗ് കമ്പനിയിൽ നിന്ന് നേരിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് റീറ്റെയിലിംഗ് ആണ്. ചില ആളുകൾ റീറ്റെയിൽ ചെയ്യാൻ വളരെയധികം ആഗ്രഹം ഉണ്ടായിരിക്കും, വലിയ രീതിയിൽ കൈകൂടും ഉണ്ടായിരിക്കും. അവർക്ക് എന്ത് ചെയ്യാൻ ഉൽപ്പന്നങ്ങൾ റീറ്റെയിൽ ചെയ്തുകൊണ്ട് ക്യാഷ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കസ്റ്റമർ ആയിരിക്കാം, അതിൻ്റെ കൂടെ തന്നെ റീറ്റെയിലിംഗ് കൂടി രണ്ടാമത്തെ ഒരു വരുമാനം കൂടി ക്രിയേറ്റ് ചെയ്യാം, റീറ്റെയിൽ ചെയ്യാൻ പറ്റും. കാരണം ഇതിന് ഏകദേശം 30% വരെ ഡിസ്കൗണ്ടിലാണ് ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ നമുക്ക് ലഭിക്കുന്നത്. അതായത് ഒരു 130 രൂപ വില വരുന്ന ഉൽപ്പന്നത്തിന് 100 രൂപ കൊടുത്താൽ മതി. ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. അപ്പോൾ നിങ്ങൾ MRP റീറ്റെയിൽ ചെയ്യുകയാണെങ്കിൽ 30 രൂപ ചെയ്യാൻ പറ്റും, റീറ്റെയിൽ പ്രോഫിറ്റ് ആക്കി മാറ്റാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ സ്വപ്നങ്ങളുണ്ടോ ആ രീതിക്കനുസരിച്ച് നിങ്ങൾക്ക് റീറ്റെയിൽ ചെയ്തുകൊണ്ട് റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധ്യമാണ്. ഏതൊരു വ്യക്തികൾക്കും എന്ത് ചെയ്യാം, ഈ ഉൽപ്പന്നങ്ങൾ നിത്യവും ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളായതുകൊണ്ട് തന്നെ റീറ്റെയിൽ ചെയ്യാൻ വളരെ ഈസിയാണ്. നിങ്ങളുടെ തൊട്ടടുത്ത ആളുകളിലേക്കും റിലേറ്റീവ്സിലേക്കും ഫ്രണ്ട്സിലേക്കും നിങ്ങൾ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കെല്ലാം ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളായിരിക്കും. അത് സാധാ മാർക്കറ്റിൽ കിട്ടുന്ന അതേ വിലക്കും അതിലേറെ ബെനിഫിറ്റോട് കൂടിയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെന്നത്. അപ്പോൾ റീറ്റെയിൽ പ്രോഫിറ്റും അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിലൂടെ വലിയ രീതിയിൽ ക്യാഷ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഏണിങ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മൂന്നാമതായിക്കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ക്യാഷ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഏകദേശം 75,000 മുകളിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഷോപ്പ് തുടങ്ങാം. ഷോപ്പ് തുടങ്ങാൻ മാർക്കറ്റിലേക്ക് തന്നെ പോകണമെന്നില്ല, നിങ്ങളുടെ വീട്ടിൽ തന്നെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്താലും മതി. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ ഉൽപ്പന്നങ്ങൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത് കസ്റ്റമറായിട്ട് മാറാം, അതുപോലെ റീറ്റെയിലറായിട്ട് മാറാം. മാത്രമല്ല ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് സ്റ്റാർട്ട് ചെയ്തതിന്റെ കാരണത്താൽ ഇതിനൊരു കമ്പനിയിൽ നിന്ന് നേരിട്ടൊരു കമ്മീഷനും കൂടെ അഡീഷണലായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ 3 തരം വരുമാന മാർഗങ്ങൾ നിങ്ങളെ പരിചയപ്പെടും. ഇതൊന്നും തന്നെ റിസ്ക്കുള്ള കാര്യമേ അല്ല എന്നുള്ളതാണ്. ഇനി മറ്റൊന്നും എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈൻ ഷോപ്പ് തുടങ്ങാൻ പറ്റും. നിങ്ങളുടെ പേരിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു ഓൺലൈൻ ഷോപ്പ് തുടങ്ങിക്കൊണ്ട് ഏകദേശം 200ഓളം ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള കസ്റ്റമർക്ക് തന്നെ 5 ബെനിഫിറ്റ് കൊടുക്കുന്ന 5 ബെനിഫിറ്റ് കൊടുക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. മറ്റൊരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമും കൊടുക്കാത്ത അത്രയും ലാഭങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാം, അതിന് ക്വാളിറ്റി നിങ്ങൾക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റും. രണ്ടാമത് അവർ ഉപയോഗിച്ചിട്ട് ആ ഉൽപ്പന്നം അവർക്ക് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാനുള്ള അവസരം അതിലുണ്ട്. മാത്രമല്ല 10% ഡിസ്കൗണ്ടിൽ നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഏതൊരു വ്യക്തിക്കും 10% വരെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന്. 10% ഫ്രീ പ്രൊഡക്റ്റും അവർക്ക് കൊടുക്കാൻ പറ്റുമെന്നാണ്. ഒരു 1000-1500 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യാം, ഒരു 10% ഫ്രീ പ്രൊഡക്റ്റ് അവർക്ക് ആ സ്പോട്ടിൽ തന്നെ ലഭിക്കുമെന്നുള്ളത്. അതിൻ്റെ പുറമെ ഫ്രീ ഡെലിവറി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും.
അപ്പോൾ 5 ബെനിഫിറ്റ് ഒരു കസ്റ്റമർക്ക് നിങ്ങളുടെ ഓൺലൈൻ ഷോപ്പിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ആൾക്ക് കൊടുക്കാൻ പറ്റും. ഇത് ചെയ്യാൻ എന്തേ വേണ്ടിയുള്ളൂ? ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ്, ഇത് രണ്ടും ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാനുള്ള അവസരമാണ് കിട്ടുന്നത്. അത് നിങ്ങളുടെ പേരിലുള്ള ഷോപ്പാണ്. അതുകൊണ്ട് തന്നെ ആ ഷോപ്പിൽ നിന്ന് ആര് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും നേരത്തെ പറഞ്ഞിരിക്കുന്ന ബെനിഫിറ്റ് എല്ലാം തന്നെ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ ഷോപ്പ് തുടങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരുമാനം കണ്ടെത്താൻ വേണ്ടി പറ്റും. അപ്പോൾ 4 മാർഗങ്ങളാണ്. ഒന്ന്, കസ്റ്റമർ ആയിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാം. രണ്ടാമത്, റീചാർജ് ചെയ്തുകൊണ്ട് 2 തരം ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാം. മൂന്നാമതായിട്ട്, ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് 3 വരുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. നാലാമതായിട്ട്, നിങ്ങൾക്ക് ഓൺലൈൻ ഷോപ്പ് തുടങ്ങാം. അതിലൂടെയും എന്ത് ചെയ്യാം? നിങ്ങൾക്കൊരു ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തികൾക്കും, സ്റ്റുഡൻസിനായാലും വീട്ടമ്മമാർക്കായാലും പാർട്ട് ടൈം ജോലി ആവശ്യമുള്ള ആളുകൾക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഏത് സമയത്തും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 24/7 എന്നൊക്കെ പറയാൻ പറ്റും. കാരണം അത്ര ഏത് സമയത്തും അതിൻ്റെ പർച്ചേസ് ചെയ്താലും അവർക്ക് ആ ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആരാണോ ഈ വീഡിയോ അയച്ചു തരുന്നത് അവരുമായിട്ടൊന്ന് സംസാരിക്കാം. അല്ലെങ്കിൽ പോയിന്റിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്ത് ചെയ്യാം? അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ട് കണ്ടെത്താവുന്നതാണ്. അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി 5ാമതൊരു സിസ്റ്റം കൂടിയുണ്ട്. അതാണ് നെറ്റ്വർക്കായിട്ട്. കാരണം ഇന്ന് ലോകത്ത് വിജയിച്ച് എല്ലാവരും തന്നെ ഏറ്റെടുത്തിരിക്കുന്ന സിസ്റ്റമാണ് നെറ്റ്വർക്ക്. നെറ്റ്വർക്കിലൂടെയാണ് വലിയ രീതിയിലുള്ള വിജയങ്ങൾ ഏതൊരു വ്യക്തിക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധ്യമാകുന്നത്. നിങ്ങൾ ഏതൊരാളെ നോക്കിക്കഴിഞ്ഞാലും വലിയ വിജയിച്ച ഏതൊരാളെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് നെറ്റ്വർക്ക് ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് യൂസുഫ് സാർ എടുക്കാം. അവർക്കും ഒരു നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു. ലുലു മാളിൻ്റെ നെറ്റ്വർക്ക് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ മലബാർ ഗോൾഡിനെ എടുക്കാം. മലബാർ ഗോൾഡിൻ്റെ നെറ്റ്വർക്ക് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പല ഏരിയകളുണ്ടായിരുന്നു. അപ്പോൾ ഏതൊരു മേഖലയിൽ നമ്മൾ മനസ്സിലാക്കുക, നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത ആളുകൾക്ക് മാത്രമാണ് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം അവരാണ് യഥാർത്ഥത്തിൽ ഈ സമയത്തെ അധികരിപ്പിക്കുന്ന ആളുകൾ. ലിവറേജ് അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സാധ്യമാണ്. ഈ ടൈം ലിവറേജ് എടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് മാത്രമാണ് വലിയ രീതിയിലുള്ള വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്നതുപോലെ എന്ത് ചെയ്യാൻ പറ്റും? ഈ കസ്റ്റമേഴ്സിന്, സാധാരണ കസ്റ്റമേഴ്സിന് തന്നെ സാധാരണ മാർക്കറ്റിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങി വയ്ക്കുമ്പോൾ യാതൊരുവിധ ബെനിഫിറ്റ് കിട്ടുന്നില്ല. എന്നാൽ അവർ വാങ്ങുന്ന രീതി ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ആ 6 തരത്തിലുള്ള ബെനിഫിറ്റാണ് അവർക്ക് കിട്ടുന്നത്. അതായത് സാധാരണ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും വിലക്കുറവിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിലുള്ള ഉൽപ്പന്നങ്ങൾ ഏതൊരു കസ്റ്റമർക്കും കിട്ടും. അതുകൊണ്ട് ഈ കസ്റ്റമേഴ്സ് നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുക, ആ കസ്റ്റമേഴ്സിന് ഇതേ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക എന്ന് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധ്യമാണ്. അതിന് ടീം വർക്കിന്റെ സഹായം ഉള്ളത് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് അതിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് സാധ്യമാണ്. 5 തരത്തിലുള്ള ബിസിനസ് നിങ്ങളെ പരിചയപ്പെടും. ഇതിൽ ഏത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റെടുക്കാൻ പറ്റും. നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം തന്നെ സാക്ഷാത്കരിക്കാൻ പറ്റും. ഒന്നുകൂടി പറയാം. ഒന്ന്, കസ്റ്റമറായിട്ട് തുടരാം. രണ്ടാമത്, റീറ്റെയിൽ ചെയ്യാം. 30% വരെ ഡിസ്കൗണ്ടിലാണ് ഈ ഉൽപ്പന്നങ്ങൾ കിട്ടുന്നത്. റീറ്റെയിൽ ചെയ്തുകൊണ്ട് റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മറ്റൊന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതിലൂടെ ഒരു കമ്മീഷൻ കിട്ടുന്നുണ്ട്. നേരത്തെ പറഞ്ഞ 2 രീതിയിലുള്ള ബിസിനസ് അവിടെയും ചെയ്യുകയും ചെയ്യും. മൂന്നാമത്, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ പേരിൽ എന്ത് ചെയ്യാം? ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഏകദേശം 750ഓളം ഉൽപ്പന്നങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ പേരിൽ ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. യാതൊരുവിധ റിസ്ക്കും ടെൻഷനും ഇല്ലാതെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് 5 തരം ബെനിഫിറ്റ് കൊടുത്തുകൊണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. മറ്റൊന്നാണ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നത്. അതിലൂടെയാണ് വലിയ രീതിയിലുള്ള വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. യാതൊരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ നിങ്ങളുടെ 18 വയസ്സിന് മുകളിലുള്ള വ്യക്തിയാണോ എന്ന് മാത്രമേ ഇവിടെ ആഗ്രഹമുള്ളൂ. അതുപോലെ തന്നെ എന്തെങ്കിലും സ്വപ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗമാണ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക. അതിലൂടെ നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധ്യമാണ്. ഈ 5 രീതിയിൽ ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ഏറ്റെടുക്കാവുന്നതാണ്. അതിലെല്ലാം തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളതും ഉറപ്പ് തന്നെ ആണ്. കാരണം ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുത്ത നിരവധി പേരെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധ്യമാണ്. ഇനി കമ്പനിയെ കുറിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കാം. കമ്പനിയുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. കമ്പനി എന്ന് പറഞ്ഞാൽ മോദി കെയർ എന്നുള്ളതാണ്. കാരണം ഞാൻ 4 വർഷമായിട്ട് മോദി കെയർ ബിസിനസ്സിന്റെ പാർട്ടായിട്ടുണ്ട്. വളരെ ആവേശത്തോടുകൂടി തന്നെയാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. നിരവധി ആളുകളാണ് ഇതിലൂടെ വലിയ രീതിയിൽ വിജയങ്ങൾ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മോദി കെയർ എന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഓരോ മോഡൽ ചെയ്യുക എന്നുള്ളത് ഈ വീഡിയോ അയച്ചു തരുന്ന ആളുമായിട്ടൊന്ന് സംസാരിക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്ത് ചെയ്യാം? എൻ്റെ നമ്പർ കൊടുക്കാം. അവർ ആ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ കിട്ടുന്നുണ്ടായിരിക്കും. ഈ 5 തരം ബിസിനസ് മോഡലാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ വിജയ വിപ്ലവങ്ങൾ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സാധ്യമാണ്. വലിയ രീതിയിലുള്ള വിജയങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഓഫ്, ജലീൽ.